തുടങ്ങുന്നു. അല്പസമയം 2 മിനിറ്റിന്റെ ഡിലേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങും തപാൽ വോട്ടുകൾ എണ്ണാൻ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ തപാൽ വോട്ടുകളിലേക്കാണ് കടക്കുക. 1403 വോട്ടുകളുണ്ട്. അതെല്ലാം കൂടി ക്രോഡീകരിച്ച കണക്കാണ്. ആ തപാൽ വോട്ടുകളിലേക്ക് എണ്ണി തുടങ്ങാൻ ഇനി സെക്കൻഡുകൾ മാത്രം ബാക്കി. ആദ്യ ട്രെൻഡ് വന്നറിയാൻ നിലമ്പൂരിന്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ജനങ്ങൾ കാത്തിരുന്നോളൂ. സമയത്തിനകം തന്നെ അത് പ്രേക്ഷകരിലേക്ക് 1403 പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുക. പോസ്റ്റൽ വോട്ടുകൾ 4 ടേബിളുകളായി ആണ് എണ്ണുക. സാങ്കേതികമായി വോട്ടെണ്ണൽ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഇനി മിനിറ്റുകളുടെയോ സെക്കൻഡുകളുടെയോ ദൂരം മാത്രമേ ഉള്ളൂ. 1403 പോസ്റ്റൽ വോട്ടുകൾ. 8:15 പോസ്റ്റൽ ബാലറ്റുകൾ സംബന്ധിച്ച കൃത്യമായ വിവരം നമ്മുടെ മുന്നിലേക്ക് എത്തും. സൂചനകൾ ആദ്യം തന്നെ കിട്ടും എന്നുള്ളതാണ്. നിലമ്പൂർ ഉദ്വേഗത്തോടെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ നമുക്ക് സ്ക്രീനിലൊക്കെ കാണാൻ കഴിയും. ഓരോയിടത്തും ടെലിവിഷൻ വെച്ച് അതിന് മുന്നിലിരിക്കുകയാണ് രാഷ്ട്രീയ മുന്നണികളുടെ പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും. ആദ്യ ഫലസൂചന, ആദ്യം മാറുന്ന കളം, ആദ്യം വീഴുന്ന വോട്ട് തങ്ങൾക്കാണോ എന്ന ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന മിനിറ്റുകളാണ്. ആ കളത്തിലേക്ക്, അതിൽ തെളിഞ്ഞിരിക്കുന്ന പൂജ്യത്തിലേക്ക് ഉറ്റുനോക്കുന്ന മിനിറ്റുകളാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്, കേരളത്തിലുള്ളത്. എന്താണ് നിലമ്പൂരിന്റെ വിധി എന്ന ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന നിമിഷം. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ പോകുന്നു. സർവീസ് വോട്ടുകൾ എണ്ണാൻ പോകുന്നു. നേരത്തെയുള്ള പോലെ UDF അതിൽ അല്പം എഡ്ജുണ്ടോ? പോസ്റ്റൽ ബാലറ്റിന്റെയും തപാൽ വോട്ടുകളുടെയും ഫലം അത് വലിയ തോതിൽ സ്വാധീനിക്കാറില്ല. അതൊരു ട്രെൻഡ് സെറ്ററാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സാധാരണ നിലൊരു പാറ്റേൺ പ്രകാരമുള്ള വോട്ടായിരിക്കും അത്. സാധാരണ അതിനുള്ള രീതിയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ വോട്ട് അത് കൃത്യമായി സാധാരണ നിലയിൽ ഓരോ മുന്നണികൾക്ക് എന്ന നിലയിലൊക്കെ തന്നെയായിരിക്കും അത് പോൾ ചെയ്യപ്പെടുക. അതിനുശേഷമായിരിക്കും അടുത്ത വോട്ടെണ്ണൽ റൗണ്ടിലേക്ക് EVM മെഷീനിലേക്ക് കടക്കുക. 8:10 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും എന്നാണ് നിലവിലെ കളക്ടർ ഉൾപ്പെടെ തയ്യാറാക്കിയിരിക്കുന്ന ഷെഡ്യൂളിൽ ഉള്ളത്. ആദ്യം വഴിക്കടവ് പഞ്ചായത്ത്, പിന്നാലെ മൂത്തേടം പഞ്ചായത്ത്. ഈ 2 പഞ്ചായത്തിലെ വോട്ടുകളാണ് എണ്ണുക. വഴിക്കടവ് പഞ്ചായത്തിൽ താന്നിക്കടവും നരോക്കാവും മുണ്ടപ്പട്ടിയും അടക്കമുള്ള മേഖലകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണാൻ പോകുന്നത്. ആദ്യ റൗണ്ടിൽ 2021 3 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. അന്ന് UDFിന് അനുകൂലമായിരുന്നു ആ ലീഡ് നിലയെങ്കിൽ ഇക്കുറി ആർക്കനുകൂലമാകും ആദ്യ റൗണ്ട് എന്ന വലിയ കൗതുകമുള്ള ചോദ്യത്തിന് വേണ്ടി, അതിന്റെ ഉത്തരത്തിന് വേണ്ടി നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും അധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ആവേശമില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് കണ്ണുമിഴിച്ച് കാണുക ഈ പോളിംഗ് ശതമാനം എന്ന് തിരിച്ചു പറയിച്ചവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ. അവരുടെ രാഷ്ട്രീയ ആകാംക്ഷ, രാഷ്ട്രീയ ഉത്തരവാദിത്തം, ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന് പറയുന്നത്, അതും ഇത്രയും പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ എന്ന ചോദ്യം ചോദിച്ച ദിവസമാണ് നിലമ്പൂരിൽ 19. വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുകയാണ്. 4 ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റുകൾ 1403 പോസ്റ്റൽ ബാലറ്റുകളാണുള്ളത്. അത് എണ്ണി തുടങ്ങി. അല്പസമയത്തിന് ശേഷം, അതായത് 8:10 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങും. 14 ടേബിളുകളുണ്ട്. 14 ടേബിളുകളിലായി 14 ബൂത്തുകൾ ഒന്നാമത്തെ റൗണ്ടിലെണ്ണും, ബാക്കിയുള്ള 14 ബൂത്തുകൾ അടുത്ത റൗണ്ടിലെണ്ണും. അങ്ങനെ 19 റൗണ്ട് പൂർത്തീകരിക്കും. വഴിക്കടവ് തൊട്ട് അമരമ്പലം വരെ അങ്ങനെ 8 തദ്ദേശ സ്ഥാപനങ്ങളും എണ്ണി കഴിയുമ്പോൾ 19 റൗണ്ട് പൂർണ്ണമാകുമ്പോഴാണ് നിലമ്പൂരിന്റെ ഫലം വരിക. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ലീഡ് നില അറിവായിട്ടില്ല. ആദ്യം എണ്ണുന്നത് 1403 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബാലറ്റുകൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ടിങ്ങിലേക്ക് കടക്കുക എന്ന സാങ്കേതികമായി വോട്ടെണ്ണൽ ആരംഭിച്ചു. ഇപ്പോൾ അതിന്റെ ആദ്യ പടിയായി പോസ്റ്റൽ ബാലറ്റുകൾ സോർട്ട് ചെയ്യുകയാണ്. സോർട്ടിംഗ് നടപടികൾ മാത്രമേ നടക്കുന്നുള്ളൂ. എവിടെയെങ്കിലും, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് ഏതെങ്കിലും സ്ക്രീനിലാണെങ്കിലും ഏതെങ്കിലും നമ്പറുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നമ്പറേ ഇല്ല, അത് വെറും നമ്പറാണ്. അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ സോർട്ടിംഗ് ഉൾപ്പെടെയുള്ള പ്രോസസ്സ് മുന്നോട്ട് പോകുന്നു.